ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന i20 N-Line കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. N-Line മുൻഭാഗത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിത് പ്രധാനമായിട്ട് ഇതിൻ്റെ ശ്രദ്ധിക്കപ്പെടുന്ന ഇതിൻ്റെ ഒരു ഗ്രില്ലുകളുടെ ഡിസൈനാണ്. അതിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് N-Line ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഹുണ്ടയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബമ്പറിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനോടുകൂടി ഒരു ബമ്പറാണ് വരുന്നത്. ആ ഒരു ബമ്പറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഫോഗ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ലിപ്സ് എല്ലാം കണ്ടോ, നല്ല ഒരു റെഡ് കളറിലെ ലിപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗം ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ക്യാരക്ടർ ലൈൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എടുത്ത് കാണുന്നതും ഒരു മസ്കുലറായിട്ടുള്ള ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് N-Line ഹുണ്ടൈ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ്സുകളായിട്ട് നല്ല വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെ ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മുൻഭാഗത്തെ ഒരു ഡിസൈൻ എന്ന് പറയാം. വളരെ മനോഹരമായി തന്നെയാണ് N-Line ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ കളറിൽ ഈ കാർ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് ഹുണ്ടൈ i20 N-Line ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാം. വളരെ അതിമനോഹരമായ ഒരു ഡിസൈനാണ് ഹുണ്ടൈ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ ലൈൻസ് എല്ലാം തന്നെ ബാക്കിൽ നിന്നും മുൻഭാഗത്തേക്ക് ഇങ്ങനെ നീളുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് N-Line എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് കളറിലൊരു മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. N-Line ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു റെഡ് കളറിലെ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിന് റണ്ണിങ് ബോർഡിലെല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഫിനിഷ് കൊടുത്തിട്ട് വളരെ സ്പോർട്ടി ലുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പെട്രോൾ ഒഴിക്കാനുള്ള ലിഡൊക്കെ ഉണ്ടാവും. നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അലോ വീൽസിൽ നോക്കുവാണെങ്കിലും നമുക്കിവിടെ കാണാവുന്നതാണ്. നല്ല എന്താ പറയുക, ഡയമണ്ട് കട്ട് അലോ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, 16 ഇഞ്ച്. അതിൽ നമുക്ക് N-Line ഒരു ബാഡ്ജിങ് ഒക്കെ കാണാം. വളരെ മനോഹരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇവിടെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് കൂടുതൽ ഭംഗിയാകാൻ സഹായിക്കുന്നുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നമുക്ക് കണ്ടല്ലോ, വളരെ ഒരു സ്ലീക്കും നല്ല എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഹുണ്ടൈ i20 N-Line കൊടുത്തിരിക്കുന്നത്. i20 N-Line ഒരു റിയർ പ്രൊഫൈൽ ഇതാണ്. നമുക്ക് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ടെയിൽ ലാമ്പുകളുടെ ഡിസൈൻ തന്നെയാണ്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിൽ തന്നെ നമുക്കൊരു ക്രോം ഫിനിഷ് നമുക്ക് കാണാവുന്നതാണ്. അതിങ്ങനെ കണക്റ്റഡ് LED ലൈറ്റ് പോലെ തോന്നിക്കുന്ന ആ ഒരു ഭാഗത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കളറിലെ ഒരു ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് തന്നെയാണ് ഹുണ്ടയുടെ ഒരു ബാഡ്ജിങ് വരുന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്ലാസ് ഏരിയയിൽ കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് വരാനായിട്ട് തന്നെ ഒരു എന്താ പറയുക, ഗ്ലോസി ഫിനിഷോട് കൂടി ഒരു ബ്ലാക്ക് കളർ പോർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ ഒരു സ്പോയിലറാണ് ബ്ലാക്ക് കളറിലെ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീഫോഗർ ഉണ്ട്, പിന്നിലായിട്ട് വൈപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ i20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെ നമുക്ക് N-Line ഒരു ബാഡ്ജിങ് കൂടെ വന്നിട്ടുണ്ട്. ബമ്പറിനാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിൻഭാഗത്ത് നമുക്ക് താഴത്തേക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ബ്ലാക്ക് പാർട്ടോട് കൂടിയ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരുഭാഗത്തായിട്ട് തന്നെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്ഹോസ്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് 2 സൈലൻസർ ഇതിന് കാണാവുന്നതാണ്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, നല്ല ഒരു സ്പോർട്ടി സൗണ്ടാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ലഗേജൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാഴ്സൽ ട്രേ ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ ബൂട്ട് അടക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നൈസായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. വളരെ ഒരു ലുക്കോട് കൂടി ഒരു ഡിസൈനാണ് ഈ ഒരു i20 N-Line വന്നിരിക്കുന്നത്. അത് ബ്ലൂ കളർ ആയപ്പോൾ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നിക്കുന്നുണ്ട്. ഇതാണ് i20 N-Line ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയാം. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലിട്ടാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കാണാം. ഇവിടെയും തന്നെ ആ N-Line സ്പോർട്ടി ലുക്ക് വരാനായിട്ട് ഒരു റെഡ് കളറിലെ ഒരു ഇൻസെർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ആ AC വെൻറ്റുകളിൽ കാണാവുന്നതാണ്. അതങ്ങനെ നീണ്ട് നമുക്ക് ഇവിടെയും കാണാം. അതുപോലെ തന്നെ ആ ഒരു
എന്താ പറയുക റെഡ് നോട്ട്, അതായത് ആ ഒരു എൻലൈൻ്റെ സ്പോട്ടി ലുക്ക് വരാൻ റെഡ് നോട്ട് മിക്ക സ്ഥലത്ത് തന്നെ കാണാം. ഇവിടെ നമുക്ക് എന്താ പറയുക ലൈറ്റിംഗ് ഫങ്ഷനോട് കൂടിയതാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻലൈൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഈ ഒരു പെഡലിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു റെഡ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു തീം ലൈറ്റ് കാണാവുന്നതാണ്. ചാർജ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു റെഡ് ഇൻഡിക്കേഷൻ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഡോർ പാഡുകളുടെ ഡിസൈനുകൾ പറയുവാനാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലും വളരെ മനോഹരമായി ഇത് പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും കുറച്ച് ടെക്സ്റ്റേർഡും അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല ഒരു ഡിസൈനായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സും മറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് തന്നിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക ഡോക്യുമെൻ്റ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മീഡിയ സെറ്റപ്പ് ചെയ്യാനും അതുപോലെ മീഡിയ, റേഡിയോ, നാവിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ മാപ്പ്, പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഒരു നമുക്ക് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന് ലഭിക്കുന്നതാണ്. നല്ല മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക് ഡിമ്മിങ് മിറേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡറൊക്കെ വരുന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലൈറ്റൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് എൻലൈനിൽ നമുക്ക് എന്താ പറയുക സൺറൂഫ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അത്യാവശ്യം എന്താ പറയുക ഒരു ഇതുപോലെ ഹാച്ച് ബാക്കിൽ കൊടുക്കാൻ പറ്റിയ സ്പേസോടുകൂടി ഒരു സൺറൂഫാണ് ഈ ഒരു വാഹനത്തിനും നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനാണ് കണ്ട വളരെ മനോഹരമായി ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ റെഡിങ് നോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നമുക്ക് കൺട്രോൾസ് എല്ലാം കാണാം. ഇവിടെ കൊണ്ടുവരും ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് ഇവിടെ പാഡിൽ ഷിഫ്റ്റിൻ്റെ ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എൻലൈൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതാണ് എൻലൈൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയാം. നമുക്കിതിപ്പോൾ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നല്ല ഒരു സ്റ്റൈലോട് കൂടി ഇങ്ങനെ സ്പീഡോമീറ്റർ റൺ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഒരു ഡ്രൈവറിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ഡിസ്റ്റൻസ് ടു MT, അതുപോലെ തന്നെ നമുക്ക് എത്ര ആവറേജ് ഫ്യൂവൽ എക്കോണമി, ടെമ്പറേച്ചർ, അങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മീറ്റർ കൺസോളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കുണ്ടയുടെ ഒരു എന്താ പറയുക ലോഗോയോട് കൂടി ഒരു കീ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് എന്താ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാവുന്നതാണ്. അതിലും അതിൻ്റെ ആ ഒരു എൻലൈൻ്റെ ഒരു റെഡ് നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റിച്ചിങ് പോലും റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ USB പോർട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ചാർജിങ് ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ AC കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് റെഡ് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ആംറെസ്റ്റ് വരുന്നുണ്ട്. ആംറെസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സീറ്റുകളിലും മറ്റും തന്നെ ആ എൻലൈൻ്റെ ഒരു റെഡ് ഹൈലൈറ്റ്സ് കാണാവുന്നുണ്ട്. സ്റ്റിച്ചിങ് പോലും എന്താ പറയുക റെഡ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയാം. വളരെ മനോഹരമായ ഒരു ലെതർ സീറ്റ്സുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂമോട് കൂടിയ ഒരു വെഹിക്കിൾ തന്നെയാണ് എൻലൈൻ i20. ഇതാണ് നമുക്ക് റിയർ സീറ്റ് കാണാവുന്നതാണ്. റിയർ സീറ്റിൽ അതിൻ്റെ ഒരു റെഡ് ഹൈലൈറ്റ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതുപോലെ പിൻ സീറ്റുകൾ നമുക്ക് ഹെഡ് റെസ്റ്റ് എല്ലാം കാണാവുന്നതാണ്. നമുക്ക് കണ്ട സീറ്റെല്ലാം ലെതറേറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മൾ തൈ സപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആംറെസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പിന്നിലെ സീറ്റുകളിൽ നോക്കി ആ ഒരു ഡോർ പാഡുകളിൽ റെഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നിൽ നമുക്ക് എന്താ പറയുക AC വെന്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ്, അതായത് എന്തെങ്കിലും സൂക്ഷിക്കാൻ പറ്റിയ ഒരു പോക്കറ്റ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ചാർജിങ് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നിന്ന് 3D മാറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഫുള്ളായി കവേർഡ് ആയിട്ടുള്ള ഒരു 3D മാറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത് കസ്റ്റമർ ഈ ഭാഗത്ത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലായിട്ട് എൻലൈന് മുഴുവൻ ബ്ലാക്ക് കളറിലൊരു തീമാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് മുന്നേ കാണിച്ചില്ല. നമ്മൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ചാരിയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പുറത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്തെ നമ്മുടെ ഡോർ പാഡുകളിൽ നമുക്ക് ബോട്ടിൽ വെക്കുവാനുള്ള ഒരു പോർഷൻ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹുണ്ടായി എൻലൈൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയി കാണാം.